Well done! ഇപ്പോൾ അവയെല്ലാം ഒന്നിച്ചു വെക്കാം. അത്ഭുതം! ഹേയ്, നീ മറ്റെവിടെയെങ്കിലും പോയി കളിക്കാമോ? ശരി ശരി, പിടിക്കൂ. ഓപ്സ്. അയ്യോ, എന്റെ പാവം. എനിക്ക് വളരെ ക്ഷമിക്കണം ദാഷ്. ഒന്നും വിഷമിക്കണ്ട, നാം നിന്റെ പാവകൾ കണ്ടെത്താൻ ശ്രമിക്കും. നിങ്ങൾ ചെയ്യും. ഓ നോക്കൂ, അത് എന്താണ്? വേഗം, എനിക്ക് എന്റെ പാവകൾക്കായി ഇതിനകം മിസ് ചെയ്യുന്നു. പോകാം സ്റ്റെഫി. ഇത് വളരെ തണുത്തതായി തോന്നുന്നു. നോക്കൂ, നമ്മുടെ പാവകൾ അവിടെ ഉണ്ടാകുമോ? ഇത് ഒരു ഷാർക്ക് കളിപ്പാട്ടമാണ്. ഇത് ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. ഇത് പാവയല്ല, വെറും ഒരു പന്താണ്. നമുക്ക് 3 കൂടി ബാക്കിയുണ്ട്, നോക്കാം. ഇതും പാവയല്ല, വെറും ഒരു ആന. ഇതാണോ ഒരു കുഞ്ഞിന്റെ കുപ്പി? ഇത് പാവയല്ല. ഇത് നമ്മുടെ അവസാന അവസരമാണ്. അകത്ത് എന്താണ് എന്ന് നോക്കാം. ഇത് വെറും ഒരു പേഴ്സാണ്. ഇത് പാവയല്ല. മറിയ, നമുക്ക് ഒരു ബാത്ത് ടബ് കൂടി നഷ്ടമായിട്ടുണ്ട്, നോക്കാം. അതെ. ഗാച്ച. നാം ദാഷയുടെ ആദ്യ 2 പാവകൾ കണ്ടെത്തി. അവയെ എടുക്കാം. ദാഷ, നാം നിന്റെ 2 പാവകൾ കണ്ടെത്തി. Well done! Okay. നന്ദി, പെൺകുട്ടികളെ, ഒരു പാവ കൂടി ബാക്കി. സ്റ്റെഫി, ദാഷയുടെ പാവകൾ അവിടെ ഉണ്ടാകാം എന്ന് തോന്നുന്നു. അകത്ത് നോക്കാം. സ്റ്റെഫി, പാവകൾ ഇവിടെ ഉണ്ടാകുമോ? അതെ, നോക്കാം. ഞാൻ എന്തോ കണ്ടെത്തി. ഞാനും എന്തോ കണ്ടെത്തി. പക്ഷേ ഇവ പാവകൾ അല്ല. പക്ഷേ ഇവ പാവകൾ അല്ല. മറ്റെന്തെങ്കിലും നോക്കാം. ഇല്ല, അവ എവിടെയാണ്? നാം എല്ലായിടത്തും നോക്കി. നമുക്ക് അവയെ കണ്ടെത്താൻ കഴിയുന്നില്ല. നാം 2 പാവകൾ കൂടി കണ്ടെത്തി. ദാഷ, നാം 2 പാവകൾ കൂടി കണ്ടെത്തി. നന്ദി, പെൺകുട്ടികളെ, 2 പാവകൾ കൂടി ബാക്കി. ശരി. ഇവിടെ പാവകൾ ഉണ്ടോ എന്ന് നോക്കാം. ഓ, ഇത് വെറും ഒരു കാറാണ്.
ഞാൻ അത് കണ്ടെത്തിയെന്ന് തോന്നുന്നു. ഓ, അത് ഒരു ചെറിയ കളിപ്പാട്ടം മാത്രമാണ്. അവസാന അവസരം. അത് എന്താണ്? ഹുറേ, ഞാൻ ഒരു ബോംബ് കണ്ടെത്തി, പക്ഷേ ഒന്ന് മാത്രമേ ഉള്ളൂ. പിടിച്ചു. ഞാൻ മറ്റൊരു ബോംബ് കണ്ടെത്തി. നല്ല ജോലി, മരിയ. അവസാനം നമ്മൾ അവസാന 2 ബോംബുകൾ കണ്ടെത്തി. ദാഷ, നമ്മൾ അവസാന 2 ബോംബുകൾ കണ്ടെത്തി. അവസാന ബോംബ്. എന്റെ ബോംബുകൾ കണ്ടെത്തിയതിന് നന്ദി. ദാഷ, നിന്റെ കിടക്ക ടവർ തകർത്തതിന് ക്ഷമിക്കണം. കൂട്ടുകാരെ, നിങ്ങളുടെ പിഴവുകൾ സമ്മതിക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക. കുട്ടികൾ, എന്റെ ബോംബുകൾ ഉറങ്ങുമ്പോൾ നമുക്ക് പന്ത് കളിക്കാം. ശരി. ഓ ഇല്ല, ഇത് വീണ്ടും വേണ്ട. അറിയാമോ, ഞാൻ എന്റെ ബോംബുകളോടൊപ്പം പോകുന്നത് നല്ലത്. പന്ത് കളിക്കാൻ നമുക്ക് ഒരു നല്ല സ്ഥലം കണ്ടെത്തണം. പോകാം. എന്റെ ബോംബുകൾ. പോയി 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 പോയി. ഹാ. അയ്യോ, ഇത് ചെറിഞ്ഞു. ഐസ്ക്രീം. ഐസ്ക്രീം. ആർക്ക് ഐസ്ക്രീം വേണം? എന്തലി? ഐസ്ക്രീം. ഐസ്ക്രീം. അതെ, എനിക്ക് പലതരം ഐസ്ക്രീം ഫ്ലേവറുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണം? എനിക്ക് ഇത് വേണം. നന്ദി. സ്വാഗതം. പഴങ്ങൾ. പഴങ്ങൾ. എന്ത്? പഴങ്ങൾ. അതെ, പഴങ്ങൾ ഐസ്ക്രീമിനേക്കാൾ ആരോഗ്യകരം. പഴങ്ങൾ ഐസ്ക്രീമിനേക്കാൾ ആരോഗ്യകരമാണോ? പഴങ്ങളിൽ വിറ്റാമിനുകൾ ഉണ്ട്, കുറവ് പഞ്ചസാര ഉണ്ട്, നിങ്ങളുടെ പല്ലുകൾക്ക് നല്ലതാണ്. വളരെ നല്ലത്. ഈ രുചികരമായ ജ്യൂസിയുള്ള തണ്ണിമത്തൻ നോക്കൂ. എനിക്ക് കുറച്ച് തണ്ണിമത്തൻ വേണം, ദയവായി. നിങ്ങളുടെ തണ്ണിമത്തൻ ആസ്വദിക്കൂ. രുചികരം. നിന്റെ ഐസ്ക്രീം തിരികെ എടുക്കൂ. ഞാൻ ആരോഗ്യകരമായ പഴങ്ങൾ തിരഞ്ഞെടുക്കും. ഉച്ചഭക്ഷണ ഇടവേള. രുചികരം. അവൾക്ക് ഒരിക്കലും അറിയില്ല. എന്റെ ആരോഗ്യകരമായ ഐസ്ക്രീം. പഞ്ചസാര ഇല്ലാത്ത ഐസ്ക്രീം. ആരോഗ്യകരമായ ഐസ്ക്രീം. പഞ്ചസാര ഇല്ല. ആരോഗ്യകരമായ ഐസ്ക്രീം. എന്ത്? ആരോഗ്യകരമായ ഐസ്ക്രീം. ആരോഗ്യകരമായ ഐസ്ക്രീം. എല്ലാം തീരുന്നതുവരെ വേഗം വാങ്ങൂ. ആരോഗ്യകരമായ ഐസ്ക്രീം നീ പറയുന്നോ? അതെ, പഞ്ചസാര ചേർക്കാത്ത ആരോഗ്യകരമായ ഐസ്ക്രീം. ഓ, എനിക്ക് ഒരു ഐസ്ക്രീം വേണം, ദയവായി. നിങ്ങൾക്ക് ഏത് വേണം? ഇത് ദയവായി. നല്ല തിരഞ്ഞെടുപ്പ്. സ്റ്റെഫി, നിങ്ങൾക്ക് ചോക്ലേറ്റ് സിറപ്പ് വേണോ? പഞ്ചസാര ചേർക്കാതെ. അതെ, ദയവായി. താഴ്ന്ന രുചികരമായ യോഗർട്ട് ഡെസേർട്ട്. യോഗർട്ട് ഡെസേർട്ടുകൾ. അതെ, ബെറികളും കുരുമുളകും അടങ്ങിയ യോഗർട്ട് ഡെസേർട്ടുകൾ. രുചികരം. എനിക്ക് ഈ യോഗർട്ട് ഡെസേർട്ട് കിട്ടുമോ? തീർച്ചയായും.
ആസ്വദിക്കൂ. ഇത് എന്താണ്? നിന്റെ പഞ്ചസാര ഇല്ലാത്ത ഐസ്ക്രീം തിരികെ എടുക്കൂ. എന്താണ് സംഭവിച്ചത്? ഇത് വളരെ അധികം പഞ്ചസാരയാണ്. ഞാൻ ഭയങ്കരമായി തെറ്റിച്ചു. ഈ പഴങ്ങൾ വളരെ രുചികരമാണ്. സ്റ്റെഫി, നിങ്ങൾക്ക് പഴം ഡെസേർട്ട് എങ്ങനെ തോന്നി? രുചികരം. ക്ഷമിക്കണം സ്റ്റെഫി, ഞാൻ എന്റെ ഐസ്ക്രീമിൽ ചതിക്കരുതായിരുന്നു. ശരി, എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നു. അവയിൽ നിന്ന് പഠിക്കുകയാണ് ശരിയായത്. നമുക്ക് ഒരുമിച്ച് ആരോഗ്യകരമായ ഡെസേർട്ടുകൾ ഉണ്ടാക്കാം. നല്ല ആശയം. എപ്പോഴും ആരോഗ്യകരമായ സ്നാക്കുകൾ തിരഞ്ഞെടുക്കൂ സുഹൃത്തുക്കളെ. ഒരിക്കലും ചതിക്കരുത്. സത്യസന്ധരായിരിക്കുക. നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക. ഭൂതമേ, നീ ഇവിടെയാണോ? അയ്യോ, മഴവില്ല ഭൂതം വാതിലുകൾ പൂട്ടി. അയ്യോ, നമുക്ക് എന്ത് ചെയ്യാം? നാം മഴവില്ല ഭൂതത്തെ വേട്ടയാടാൻ പോകുന്നു. അലക്സ്, അലക്സ്, നോക്ക്, ഇത് ഒരു പർപ്പിൾ വാതിൽ. നമുക്ക് പർപ്പിൾ ഭൂതത്തെ കണ്ടെത്തണം. അലക്സ്, ഭൂതം സോഫയുടെ കീഴിൽ ഉണ്ടോ എന്ന് നോക്കണം. എസി, അവിടെ ഒന്നും ഇല്ല. അലക്സ്, അത് ചിത്രത്തിന്റെ പിന്നിൽ ആണോ? ഇല്ല, ഇത് ഇവിടെ ഇല്ല. അതോ അത് കൂടാരത്തിനുള്ളിൽ ആണോ? അത് കൂടാരത്തിനുള്ളിൽ ഇല്ല. അത് എവിടെയായിരിക്കും? അത് തിരശ്ശീലയുടെ പിന്നിലാണ്. അലക്സ്, നോക്ക്, അത് പർപ്പിൾ കീ വിട്ടു. ഇപ്പോൾ നമുക്ക് പർപ്പിൾ വാതിൽ തുറക്കാം. അലക്സ്, നോക്ക്, ഇത് ഒരു ചുവപ്പ് വാതിൽ. നമുക്ക് ചുവപ്പ് ഭൂതത്തെ കണ്ടെത്തണം. ശരി, ഞാൻ മേശയുടെ കീഴിൽ നോക്കും. അത് അവിടെയാണോ? ഇല്ല, ഇത് ഇവിടെ ഇല്ല. അതോ അത് അലമാരയിൽ ആണോ? നമുക്ക് അവിടെ നോക്കാം. അതെ. ഹലോ, ഇത് ഇവിടെ ഇല്ല. അത് എവിടെയായിരിക്കും? അവിടെ, അത് കിടക്കയുടെ പിന്നിലാണ്. അലക്സ്, നോക്ക്, അത് ചുവപ്പ് കീ വിട്ടു. നമുക്ക് ഇപ്പോൾ ചുവപ്പ് വാതിൽ തുറക്കാം. നോക്ക് അലക്സ്, ഇത് ഒരു പച്ചവാതിൽ. നമുക്ക് പച്ചഭൂതത്തെ കണ്ടെത്തണം. ശരി, നമുക്ക് നോക്കാം. അത് അവിടെയാണോ? അവിടെ ഒന്നും ഇല്ല. അലക്സ്, അതോ കിടക്കയുടെ കീഴിലാണോ? ഇല്ല, അത് അവിടെ ഇല്ല. അതോ അത് കുഞ്ഞിൻകൂടിൽ ആണോ? ഇവിടെ പോലും ഇല്ല. അത് എവിടെയായിരിക്കും? അത് കണ്ണാടിയുടെ പിന്നിലാണ്. ഹാ, അവ ഭൂതങ്ങൾ ഭയാനകമല്ല. ഇനി എനിക്ക് ഭയം ഇല്ല. എനിക്കും. നമുക്ക് കളിക്കാം. നിനക്ക് അത് കേൾക്കുന്നുണ്ടോ? അതെ, ഞാൻ കേൾക്കുന്നു. അത് എന്തായിരിക്കും? അത് ഒരു മഴവില്ല ഭൂതം. നമുക്ക് ഓടാം. ഏലാം. അലക്സ്, നോക്ക്, അവർ നമുക്ക് ചില മിഠായികൾ നൽകാൻ ആഗ്രഹിക്കുന്നു. ക്ഷമിക്കണം കൂട്ടുകാരെ, നമുക്ക് അല്പം ആശയക്കുഴപ്പം ഉണ്ടായി, അല്ലേ? അതെ. Cool.